നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തു. 6 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ സമ്മാനിച്ച അതിമനോഹരമായൊരു മുഹൂർത്തമായിരുന്നു അത്. അതിഗംഭീരമായിട്ടുള്ളൊരു ഗോൾ, ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ചൊരു ഗോൾ. അതെ, ആ ബൈസിക്കിൾ കിക്ക് ഗോൾ. ജിയാൻലൂക്കി ബഫൺ കാവൽ നിന്ന് യുവന്റസിൻ്റെ വലയിലേക്ക് റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് തൊടുത്തുവിട്ട കിടിലൻ ബൈസിക്കിൾ കിക്ക് ഗോള്. എങ്ങനെ CR7 ആ ഗോളിന് പുഷ്കാസ് അവാർഡ് കിട്ടാതെ പോയി എന്ന് ചോദിക്കുന്നവരെ ഇന്നും കാണാം. ഏതായാലും ആ ഗോളിൻ്റെ ഒരു മനോഹാരിത ഇപ്പോഴും ആരാധകരെ ഇടനെഞ്ചിൽ താലോലിക്കുന്നതാണ്. ആ ദിവസം തന്നെയാണ് ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഹാട്രിക്ക് നേടിക്കൊണ്ട് തൻ്റെ കരിയറിലെ 65ാം ഹാട്രിക്കിലേക്ക് കടന്നു പോയത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഹാട്രിക്കുകൾ ഏതൊക്കെ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് പിറന്നിരിക്കുന്നത്, എത്ര ഹാട്രിക്കുകൾ അദ്ദേഹം ഓരോ ടീമുകൾക്ക് വേണ്ടി നേടി. 44 ഹാട്രിക്കുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിന് വേണ്ടി നേടിയിട്ടുള്ളത്. 44 ഹാട്രിക്കുകൾ. 10 ഹാട്രിക്കുകൾ അദ്ദേഹം പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ട്. ഇപ്പോൾ റയലിനായിട്ട് 438 കളികളിൽ നിന്നാണ് 44 ഹാട്രിക്കുകളെങ്കിൽ 200-ലധികം മത്സരങ്ങളിൽ നിന്നാണ് 10 ഹാട്രിക്കുകൾ പോർച്ചുഗലിന് വേണ്ടിയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതേസമയം 59 മത്സരങ്ങളിൽ നിന്ന് 5 ഹാട്രിക്കുകൾ ഇപ്പോൾ അൽ നസറിന് വേണ്ടി നേടിക്കഴിഞ്ഞു. 3 വീതം ഹാട്രിക്കുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും യുവന്റസിനുമായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. യുണൈറ്റഡിനായിട്ട് 346 മത്സരങ്ങൾ 3 ഹാട്രിക്കുകൾ, യുവന്റസിനായിട്ട് 134 മത്സരങ്ങൾ 3 ഹാട്രിക്കുകൾ. അങ്ങനെ ക്രിസ്ത്യാനോ പോകുന്ന മണ്ണിലൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ആരാധകരുടെ ഹൃദയം കവരുന്നത് തുടരുകയാണ്. ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ അക്കൗണ്ട് പങ്കുവെച്ച പോലെ എത്ര ഗംഭീരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഉടക്കി കിടക്കുന്ന കുറേ നിമിഷങ്ങളുണ്ടാവും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.